ഓണം വന്നാലും ഉണ്ണി പിറന്നാലും അംഗൻവാടി ജീവനക്കാർക്ക് കുമ്പിളിൽ തന്നെ കഞ്ഞി. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഹാജരാകുന്ന എല്ലാ ജീവനക്കാർക്കും അതിനുള്ള പ്രത്യേക പ്രതിഫലം നൽകി വരുന്നു. അതിപ്പോൾ പോലീസുകാരായാലും അർദ്ധസൈനിക വിഭാഗമായാലും NCC കേഡറ്റുകളായാൽ പോലും അവർക്ക് ഇതിനുള്ള പ്രതിഫലം നൽകി വരുന്നു. ഈ അറിവ് ശരിയാണെങ്കിൽ ഇലക്ഷന് ഹാജരാകുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും പ്രതിഫലം നൽകുന്നുണ്ട്. എന്നാൽ അംഗൻവാടി ജീവനക്കാർക്ക് മാത്രം അത് നൽകുന്നില്ല. ഇവർക്ക് രാവിലെ 7 മണി മുതൽ ഇലക്ഷൻ കഴിയുന്നതുവരെ അവരുടെ ജോലിയുണ്ട്. ഇവരുടെ ജോലിയായി കൊടുത്തിട്ടുള്ളത് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ വരുന്ന വികലാംഗർക്കും മറ്റ് അവശതകൾ ഉള്ളവർക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനുകളിൽ വീൽ ചെയറുകൾ എത്തിക്കുക, ഇതെല്ലാം ഇവരുടെ ചുമതലയായിരുന്നു. വീൽ ചെയറുകൾ കിട്ടാത്ത പക്ഷം ഇവരുടെ കയ്യിൽ നിന്നു തന്നെ പണമെടുത്ത വീൽ ചെയറും മറ്റും വാടകയ്ക്കെടുത്തുവരെ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലും മറ്റും കയറ്റിക്കൊണ്ട് തന്നെയാണ് ഇവർ പോളിംഗ് സ്റ്റേഷനിൽ ഈ വസ്തുക്കളെല്ലാം എത്തിച്ചിട്ടുള്ളതും. ഇതുകൊണ്ട് ഇവരുടെ ഉത്തരവാദിത്വമോ ചുമതലയോ കഴിഞ്ഞില്ല. വികലാംഗരോ മറ്റോ അവിടെ എത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക, അതായത് വീൽ ചെയറിൽ ഇരുത്തി അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറ്റിവിടുക, ഇതെല്ലാം ഇവരിൽ നിക്ഷിപ്തമാണ്. ഇങ്ങനെ ഇവർ വൈകുന്നേരം ഇലക്ഷൻ കഴിയുന്നതുവരെ അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും നേരം അവിടെ ഇരിക്കുകയും ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ചെയ്തിട്ട് അവർക്ക് യാതൊരു പ്രതിഫലവും നൽകിയില്ല. ഇതോടനുബന്ധിച്ചുള്ള ഓർഡർ ഇലക്ഷൻ കമ്മീഷന്റേതല്ല, അത് ICDSന്റെ ഓഫീസിൽ നിന്നാണ് ഇവരിലേക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഇലക്ഷനോടനുബന്ധിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും അവർ ജോലി ചെയ്യുന്ന അത്ര ദിവസത്തിന്റെ പണം നൽകുന്നുണ്ട്. ഇവർ ഒരു ദിവസമാണ് ജോലി ചെയ്തതെങ്കിൽ പോലും ഇവർക്ക് യാതൊരു പ്രതിഫലവും നൽകിയിട്ടില്ല. ഇവരുടെ ജോലിയെ കണ്ടില്ല എന്ന് നടിക്കരുതായിരുന്നു. ഒരു മിനിമം 500 രൂപയെങ്കിലും ഇവർക്ക് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് 5 പൈസ പോലും ഇവർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നു. അതോടനുബന്ധിച്ച് അംഗൻവാടിയിൽ കുട്ടികളെ ഇരുത്തരുത് എന്ന ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. എന്നാൽ ടീച്ചർമാർ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കുകയും വേണം. ഇതെന്ത് ന്യായമാണ്? നിലവിൽ ഒരാഴ്ചയാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉഷ്ണതരംഗം നീളുകയാണെങ്കിൽ അവധിയും നീളും. കോടതിയിലെ ജഡ്ജിമാരും ഹൈസ്കൂൾ ടീച്ചർമാർ പോലും അവരുടെ വെക്കേഷൻ ആസ്വദിക്കുന്ന സമയത്ത് ഇവർ മാത്രം അവരുടെ അംഗൻവാടികളിൽ തുറന്നു പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇവർക്ക് അവധികളില്ല. ആകെ ഞായർ ദിവസം മാത്രമാണ് ഇവർക്ക് പ്രവൃത്തി ദിവസമല്ലാത്തത്, അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ. എന്തൊക്കെ സംഭവിച്ചാലും ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇവർ ഹാജരാകേണ്ടി വരുന്നു. ഇതിന് പ്രതിഫലമായി ഇവർക്ക് നൽകുന്നത് അംഗൻവാടി വർക്കേഴ്സിന് 12,000 രൂപയും ഹെൽപ്പേഴ്സിന് 8,000 രൂപയുമാണ് ശമ്പളമായി നൽകി വരുന്നത്. ഇവരുടെ പ്രവൃത്തി സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് അംഗൻവാടിയിലുള്ളത്. 3:30 മുതൽ 4:30 വരെ ഫീൽഡിലുള്ള വർക്കുകളും ഉണ്ട്. സർക്കാർ അംഗൻവാടി ജീവനക്കാരോട് മാത്രം ഇങ്ങനെ വിവേചനം കാണിക്കുന്നത് എന്തിനാണ്? തൊഴിൽ സംരക്ഷകരായി നിലകൊള്ളുന്ന പാർട്ടികളോടും സംസ്ഥാന സർക്കാരിനോടുമാണ് പ്രതിഷേധം അറിയിക്കേണ്ടത്.